നിരവധി ആരോപണങ്ങൾ ഈ അമ്പുക്ക പലപ്പോഴായിട്ട് പലർക്കെതിരെ ഉന്നയിച്ചിട്ട് നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരു അടിസ്ഥാനവുമില്ലാത്ത പോയ കോടാലി മാത്രമാണ് ഈ പറയുന്ന PV അൻവർ എന്നതുകൊണ്ട് മാത്രം ഈ ലീഗ് ചിലപ്പോൾ ഈ ആരോപണം ചിലപ്പം നിഷേധിക്കാം. പത്രങ്ങളിൽ ഒരു വാർത്ത വരിക എന്നുള്ളത് നമ്മുടേതായ ഒരു സംഭാവന നൽകുക എന്നുള്ളത് ഓരോ മാധ്യമപ്രവർത്തനം കടമയാണ്. അതുകൊണ്ട് ഇദ്ദേഹം എന്തിനിപ്പോൾ വെള്ളാപ്പള്ളി നടേശനടുത്ത് ഇന്ന് രാവിലെയും പോയി മൈക്ക് വെച്ചിട്ടുണ്ട്. എന്ത് കാര്യം? വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ സുകുമാരൻ നായർക്കൊന്നും ഈ സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് തെളിയിക്കപ്പെട്ട ഇലക്ഷനാണ് ഇപ്പം കഴിഞ്ഞത്. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തതും അദ്ദേഹത്തിന് മുന്നണിയിലേക്ക് എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി UDF സമ്മർദ്ദം ചെലുത്തിയത് ആരാന്നറിയാമോ? ഈ പറയുന്ന IUML എന്ന് പറഞ്ഞ ഇന്ത്യൻ മുസ്ലിം ലീഗാണ്. ഒരു യോഗ്യതയുമില്ലാത്ത ആളാണ് PV അൻവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് PV അൻവർ യുഗം അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് PV അൻവർ ഇനി ലീഗിന്റെ ഇത് കടിക്കാൻ വേണ്ടി പോയിട്ടൊന്നും ഒരു കാര്യമില്ല. PV അൻവർ എല്ലാ തരത്തിലും അവസാനിച്ചിരിക്കുന്നു. UDF കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാജേട്ടാ നമസ്കാരം. നമസ്കാരം രാജേട്ടാ, ഈ PV അൻവർ ഇന്ന് വീണ്ടും ഒരു വലിയ പ്രസ്താവനയായിട്ട് PV അൻവർ അമ്പുക്ക വലിയ പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത് മുസ്ലിം ലീഗ് പിറകിൽ നിന്ന് കുത്തി എന്ന് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗ് PV അൻവറിനെ പിറകിൽ നിന്ന് കുത്തിയെന്ന്. PV അൻവറിനെ പിറകിൽ നിന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് PV അൻവറിനോട് എതിർപ്പുള്ള കോൺഗ്രസ്സുകാരും പിന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ CPM വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു CPM കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു LDF കാരൻ ഈ പറഞ്ഞ PV അൻവറിന് വോട്ട് ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മുഹമ്മദ് റിയാസ് കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ട് പിടിച്ചോ അതിനകത്ത് നേടേണ്ട 150 120 വോട്ടുകൾ മാത്രമാണ് ഇപ്രാവശ്യം കുറവ് വന്നിട്ടുള്ളത്. PV അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും PV അൻവറിൻ്റെ നിലപാടുകളുമാണ് PV അൻവറിനെ അവിടെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മുസ്ലിം ലീഗിൻ്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് വല്ല കാര്യമുണ്ടാകും. കാരണം മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടും പ്രവർത്തിച്ചതുകൊണ്ടുമാണ് ഇത്രയും വോട്ട് കിട്ടിയിരിക്കുന്നത്. ഈ PV അൻവർ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നേരെ പോയി ഒരു കണ്ണാടി എടുക്കണം. ഈ കണ്ണാടി എടുത്തു വെച്ചിട്ട് ഞാൻ PV അൻവർ, ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതല്ലാണ്ട് ഇദ്ദേഹമാണ് പിണറായിസത്തെ കേരളത്തിൽ അവസാനിപ്പിച്ചതെന്നും ഈ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ച ആദ്യ പോരാളി താനാണെന്നും ഒക്കെ പറയുമ്പോഴത്തേക്ക് അത് ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരെയും ഇവിടുത്തെ UDF പ്രവർത്തകരെയും ഒക്കെ പരിഹസിക്കുന്നതിന് തുല്യം കൂടിയല്ലേ അത്? തീർച്ചയായും. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലത്തെ PV അൻവറിൻ്റെ ഒരു രാഷ്ട്രീയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ സമയത്തും ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ മാറിക്കൊണ്ടേയിരുന്ന ഒരാളാണെന്നുള്ളത്. കാരണം അദ്ദേഹം ഒരു വസ്തുതയുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് കാലാകാലമായിട്ട് നമുക്ക് ഈ 10 വർഷം മാത്രമേ അൻവറിനെ അറിയുള്ളൂ. ഈ 10 വർഷക്കാലം അദ്ദേഹം മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന് വാർത്താ പ്രാധാന്യം ലഭിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിൽ വലിയ ആളായി നിൽക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയും. ഈ നേരത്തേക്ക് നമുക്ക് വിടാം. ഇപ്പോൾ തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്താണ്? ഞാൻ അവിടെ ജയിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ 5ാം മന്ത്രി ചിലപ്പോൾ മുസ്ലിം ലീഗിന് കിട്ടില്ല. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുടെ എണ്ണം കുറയാതിരിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം എന്നെ തോൽപ്പിച്ചു എന്നാണ്. ഈ മുന്നണിയിലേക്ക് അൻവറിനെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരു കാരണവശാലും അൻവറിനെ ഈ മുന്നണിയിലേക്ക് അടുപ്പിക്കരുത്, UDF എടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സംസാരിച്ച സമയത്ത് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തതും അദ്ദേഹത്തിന് മുന്നണിയിലേക്ക് എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി UDF സമ്മർദ്ദം ചെലുത്തിയത് ആരാന്നറിയോ? ഈ പറയുന്ന IUML എന്ന് പറഞ്ഞ ഇന്ത്യൻ മുസ്ലിം ലീഗാണ്. അല്ല, ഇത് കൂടാതെ എൻ്റെ കണ്ണിൽ കണ്ട ഒരു കാഴ്ച ഞാൻ പറയാം. അതായത് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലേക്ക് പോകേണ്ട 2 വഴികളുണ്ട്. ഒന്ന് ഫ്രണ്ടിൽ കൂടെ, ഒന്ന് പിറകിൽ. കളഞ്ഞ വഴിയിലൂടെ പോകുന്നവർ പിറകിൽ കൂടി ഇനോവ വണ്ടി കയറ്റിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലിട്ടിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കയറി കണ്ട് അദ്ദേഹത്തിന്റെ കാല് പിടിച്ച്, അതായത് വിസിറ്റേഴ്സ് റൂമിൽ പോയി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാത്തിരുന്ന്, അതായത് PV അൻവർ വരുന്നു, കാരണം എല്ലാവരും പുറമേ എല്ലാവരും കാണേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ഇദ്ദേഹത്തെ വേറൊരു റൂമിൽ കൊണ്ടുവരുന്നു. അവിടെ ഇരുന്നതിന് ശേഷം നമ്മളൊക്കെ കണ്ട് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നീട് PV അൻവറിനെ ആ പുറകിലത്തെ ഗേറ്റിൽ കൂടി തന്നെ തിരിച്ചുവിട്ടത്. അപ്പോൾ അങ്ങനെയുള്ള PV അൻവർ പറയുകയാണ് മുസ്ലിം ലീഗ് പുറകിൽ നിന്ന് കുത്തിയെന്ന്. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് 100% പറയാൻ വേണ്ടി സാധിക്കും ഒരു കാരണവശാലും PV അൻവർ ഒരു അസോസിയേറ്റ് മെമ്പർ പോലും പോയിട്ട് ആ UDFന്റെ തിണ്ണയിലിരിക്കുന്ന ഒരു മെമ്പർ പോലും ആവത്തില്ലായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അദ്ദേഹം CPMൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത്, CPMൻ്റെ സ്വതന്ത്ര MLA ആയിരിക്കുന്ന സമയത്ത്, നിലമ്പൂരൊന്നും ജയിച്ച സമയത്ത്, 2 തവണയും ജയിച്ച സമയത്തും ഏറ്റവും കൂടുതൽ അദ്ദേഹം വിമർശിച്ചിരുന്നത് കോൺഗ്രസിനെയും ഒപ്പം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ UDF ഏറ്റവും 2ാമത്തെ കക്ഷി എന്നുള്ളതിൽ മുസ്ലിം ലീഗായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ഓരോ നേതാക്കന്മാരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്ത ആൾ കൂടിയായിരുന്നു. പക്ഷേ അതെല്ലാം ഒറ്റയടിക്ക്
മറന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ അസോസിയേറ്റ് മെമ്പർ ആക്കാൻ വേണ്ടി ഏറ്റവും അക്ഷീണം പ്രയത്നിച്ചു എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആയിരുന്ന ഒരു സംശയമില്ല. അപ്പം വി.ഡി. സതീശനെതിരെ നിയമസഭയിൽ ഇദ്ദേഹം ഒരു വലിയൊരു ആരോപണം ഉന്നയിച്ചു. എന്താണ്, ആ 150 കോടി രൂപ അദ്ദേഹത്തിന് ക്യാഷായി വന്നു, അത് മീൻ വണ്ടിയിൽ ബാംഗ്ലൂരിലേക്ക് ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇവർ കൈമാറിയെന്നും നിയമസഭയുടെ ഉള്ളിലാണ് പറയുന്നത്. വളരെ ഉത്തരവാദപ്പെട്ട ഒരു നിയമസഭാ അംഗം MLA ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി.ഡി. സതീശനെതിരെ ഉന്നയിച്ച ആരോപണമായിരുന്നത്. അത് നിയമസഭയ്ക്കകത്തായതുകൊണ്ട് മാത്രമാണ് ഉന്നയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഈ അമ്പൂക്ക പലപ്പോഴായിട്ട് പലർക്കെതിരെ ഉന്നയിച്ചിട്ട് നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരു അടിസ്ഥാനവുമില്ലാത്ത പോയ കോടാലി മാത്രമാണ് ഈ പറയുന്ന PV അൻവർ എന്നതുകൊണ്ട് മാത്രം ഈ ലീഗ് ചിലപ്പോൾ ഈ ആരോപണം ചിലപ്പം നിഷേധിക്കുക. പക്ഷേ തോറ്റുകിടക്കുന്ന അമ്പൂക്കക്ക് ഇനി ഒരു സ്ഥലത്തും സുരക്ഷിതമായ ഒരു മാർഗമില്ല, ഒരു ഇടവുമില്ല നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം വലിയ വീരവാദം മുഴക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജയിച്ചില്ലെങ്കിൽ ഞാൻ മൊട്ടയടിക്കും, അത് നെക്സ്റ്റ് ഡേ മാറ്റില്ല, മൊട്ടയടിക്കും, കമ്മലിടും, എന്നിട്ട് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കും എന്നൊക്കെ പറഞ്ഞു. എവിടെ അയാൾ മൊട്ടയടിച്ചത്? അയാൾ മൊട്ടയടിച്ചതോ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അതൊന്നും വിഷയമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേൽ ഇയാൾ ഒരു രാഷ്ട്രീയ ഹിജടിയാണെന്നുള്ള എല്ലാവരും. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് മാധ്യമങ്ങൾ ഇയാൾക്ക് ഇത്ര ഒരു പ്രാധാന്യം? മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വളരെ കൃത്യമായ ഒരു കാര്യം പറയാം. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഞാൻ ആഘോഷിക്കണം. ഞാൻ അടക്കം ഒരു ദീർഘകാലം ഈ പണിയെടുത്ത ആളെന്നുള്ള നിലയിൽ വളരെ ചെറിയ വിഷയങ്ങളായാൽ പോലും അറ്റൻഷൻ കിട്ടും, മീഡിയക്ക് അറ്റൻഷൻ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോഴാണല്ലോ യൂട്യൂബിലൊക്കെ വന്നത്. യൂട്യൂബിലൊക്കെ വരുന്നതിന് മുന്നിൽ പ്രിന്റ് മീഡിയ മാത്രമുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പത്രങ്ങളിൽ ഒരു വാർത്ത വരിക എന്നുള്ളത്, നമ്മുടേതായ ഒരു സംഭാവന നൽകുക എന്നുള്ളത് ഓരോ മാധ്യമപ്രവർത്തനയും കടമയാണ്. അതുകൊണ്ട് ഇദ്ദേഹം എന്തിനിപ്പോൾ വെള്ളാപ്പള്ളി നടേശനടുത്ത് ഇന്ന് രാവിലെയും പോയി മൈക്ക് വെച്ചിട്ടുണ്ട്. എന്ത് കാര്യം? വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ സുകുമാരൻ നായർക്കൊന്നും ഈ സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് തെളിയിക്കപ്പെട്ട ഇലക്ഷനാണ് ഇപ്പം കഴിഞ്ഞത്. അവർക്ക് എന്തെങ്കിലും തരത്തിൽ വിലയുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേടിലേക്ക് ഒരിക്കലും ഇടതുപക്ഷം പോകില്ല. ഒരു സ്വാധീനമില്ല എന്ന് മാത്രമല്ല, ഈ വെള്ളാപ്പള്ളി നടേശനും അമ്പൂക്കയും പോലെയുള്ള ആളുകളെയൊക്കെ ഈ സമൂഹത്തിന് ആവശ്യമില്ല എന്ന് തെളിയിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. ആകപ്പാട് സുകുമാരനാരുടെ ഒരു വിജയമായിട്ട് പറയുന്നത് പത്തനാപുരത്തെ KB ഗണേഷ് കുമാറിന്റെ പരാജയമാണ്. NSSന്റെ താലൂക്ക് യൂണിയന്റെ ഓഫീസിൽ ഇവര് പായസം വെച്ച് ആഘോഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത്, ഈ പത്തനാപുരത്തുണ്ടായിരിക്കുന്ന ഒരു പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല. അത് കേരളത്തിലുടനീളം പാർട്ടിക്കാർക്കെതിരെ വോട്ട് ചെയ്തു. അങ്ങനെ തന്നെയാണ് ഇത്തിരി ധാർഷ്ട്യം കൂടി പോയി. പിന്നെ ഈ KB ഗണേഷ് കുമാർ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ ലഡു വിതരണമൊക്കെ നടത്തിയിരുന്നു. കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള ഓട്ടോറിക്ഷക്കാർ എല്ലാവർക്കും പണി വെച്ച് കൊടുത്തു. അവർ കൃത്യമായിട്ട് അതിൻ്റെ മറുപടിയാണ് ഈ പ്രാവശ്യം പത്തനാപുരത്ത് കൊടുത്തേക്കുന്നത്. അതല്ലാതെ NSSന്റെ ആളുകൾ വോട്ട് ചെയ്യാത്തത് കൊണ്ടൊന്നും അല്ല ഈ പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പരാജയപ്പെട്ടു പോയത്. അതുകൊണ്ട് നമുക്കിപ്പം ഇതിൽ ആകെ വിലയിരുത്താവുന്നൊരു സംഭവം എന്ന് പറയുന്നത്, അമ്പുക്കാന്റെ കാര്യത്തിൽ, അതായത് PV അൻവറിന്റെ കാര്യത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കേരളത്തിന് വലിയ ബാധ്യതയായി മാറും എന്നും, അദ്ദേഹം ജയിക്കുകയായിരുന്നെങ്കിൽ UDFന് വലിയ ബാധ്യതയായി മാറും എന്ന് സാധാരണക്കാരായ വോട്ടർമാർക്കറിയാം. കാരണം ഇദ്ദേഹം അവിടെ ഏതാണ്ട് 90 ദിവസം നിരങ്ങിയതാണല്ലോ ഈ മണ്ഡലത്തിൽ. 90 ദിവസം നിരങ്ങി എല്ലാ വീടുകളിലും കയറി എല്ലാ ആളുകളുടെ അടുത്തും അദ്ദേഹം അഭ്യർത്ഥന നടത്തി. പേഴ്സണലി എല്ലാ ആളുകളെയും പോയി കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ ഇത്രയും തരംഗം ഉണ്ടായിട്ടാണ്. കേരളത്തിൽ ഇത്രയും തരംഗം ഉണ്ടായിട്ട് നിരവധി വൻമരങ്ങൾ കടപുഴകി വീണപ്പോഴും ഈ അവിടെ ജയിക്കാൻ പറ്റാത്ത പോയതിൻ്റെ സാഹചര്യം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇയാൾ, ഞാൻ പല ചർച്ചകളിലും പറഞ്ഞാണ്, ഇയാൾ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് പൊളിറ്റിക്കൽ ക്രിമിനൽ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാണ്. ഇയാൾ ജയിക്കാൻ പാടില്ല എന്നുള്ള കേരള സമൂഹത്തിൽ തന്നെ വലിയ ചർച്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അല്ലാണ്ട് ആ പ്രദേശത്ത് മാത്രമല്ല എന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും വസ്തുത എന്താണ് രേഷേട്ടൻ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് മേൽ വിശ്വാസ്യത എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഇപ്പം PV അൻവർ കാരണം അനാഥമാക്കപ്പെട്ടു പോയി കിടക്കുന്ന ഒരു ജന്മമാണ് സജി മഞ്ഞക്കടമ്പിൽ ഒന്നുമല്ലെങ്കിലും UDFന്റെ കോട്ടയം ജില്ലാ ചെയർമാനാണ് പോയത്. ജില്ലാ ചെയർമാൻ സ്ഥാനത്തിരുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് PV അൻവറിന്റെ ലീഡർ ശ്രീ PV അൻവർ എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ ഇത് ഈ ചില മഞ്ഞ കാണുമ്പോൾ അത് സ്വർണ്ണമാണ് പോകുന്ന ആളുകളുടെ. അതോടൊപ്പം തന്നെ വേറൊരു മനോജ് കുമാർ ഉണ്ട്. പിന്നെ എറണാകുളത്ത് തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു സംഘടന ഒക്കെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഇനി എന്താണ്? അല്ല, ഒന്നുമില്ല. ഈ PV അൻവർ ഈ തോൽവിയോടുകൂടി എന്താ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വലിയ വിടുവായത്തങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ്. ഇല്ല, അതുകൂടാണ് വേറെ വസ്തു കൂടെ പറഞ്ഞു പോണേ. കൂടുതൽ TK ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്, ഞാനൊന്നും അൻവറിന്റെ ആ പറഞ്ഞിരിക്കുന്ന വേർഡ്സ് എടുക്കണം നമ്മൾ. ഞാനൊന്നും അൻവറിന്റെ കൂടെ പോകേണ്ട പുച്ഛം അല്ല. അൻവർ ആരാണ്?
അൻവർ എന്ന് പറയുന്ന ആരാണ് എന്നുള്ള വലിയ ചോദ്യം. കുഞ്ഞികൃഷ്ണനൊക്കെ പോയി അല്ല, വി കുഞ്ഞികൃഷ്ണന് കൃത്യമായ നിലപാടുണ്ട്, ടി കെ ഗോവിന്ദന് കൃത്യമായ നിലപാടുണ്ട്, ജി സുധാകരന് കൃത്യമായ നിലപാടുണ്ട്. അങ്ങനെ ഈ പറയുന്ന വിമതരായി വന്ന അതിൽ നിലപാടില്ലാത്തത് പി കെ ശശിക്ക് മാത്രമാണ്. പി കെ ശശിക്ക് വേണമെങ്കിൽ ഇദ്ദേഹമായിട്ട് കൂട്ടുകൂടാം, അവർക്ക് പറ്റും. അല്ലാത്ത മറ്റ് ഇപ്പം നിലവിലുള്ള ഈ CPM വിമതരായി ജയിച്ച ആളുകൾക്കൊന്നും ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോലും ആവശ്യമില്ല എന്ന് മാത്രമല്ല PV അൻവറിന് സംസാരിക്കാനുള്ള യോഗ്യതയുമില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു യോഗ്യതയുമില്ലാത്ത ആളാണ് PV അൻവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് PV അൻവർ യുഗം അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് PV അൻവർ ഇനി ലീഗിന്റെ ഇത് കടിക്കാൻ വേണ്ടി പോയിട്ടൊന്നും ഒരു കാര്യമില്ല. PV അൻവർ എല്ലാ തരത്തിലും അവസാനിച്ചിരിക്കുന്നു. UDF കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം PV അൻവറിന്റെ തോൽവി. അതുകൊണ്ട് PV അൻവർ ഇനിയും വെറുതെ മാധ്യമങ്ങൾ കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോൾ മാധ്യമങ്ങൾ ഒഴിവാക്കും. കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ഇയാളുടെ വാല്യൂ റേറ്റിംഗ് തീരെ കുറഞ്ഞു, എടുക്കാച്ചരക്കായി മാറി എന്നുള്ളതാണ്. ശരിക്കും ഇയാൾ സ്വർണം ഒഴിക്കാൻ വേണ്ടി ഇനി വീണ്ടും ആഫ്രിക്കയിലേക്ക് തീർച്ചയായിട്ടും അദ്ദേഹം വീണ്ടും ആഫ്രിക്കയിലേക്ക് തന്നെ പോവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുകൊണ്ട് കേരളം രക്ഷപ്പെടാൻ പോവുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും കേരളത്തിൽ വലിയ സ്വർണ്ണൊക്കെ ഇറക്കുമതി രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ വ്യവസായത്തിൽ അയാൾ രക്ഷപ്പെട്ടുകൊട്ടെ, പൊളിറ്റിക്സിൽ അദ്ദേഹം രക്ഷപ്പെടുവാനേ പാടില്ല എന്നുള്ളത് കേരളം തീരുമാനിച്ചാണ്. ബഹുമാനപ്പെട്ട എല്ലാ വോട്ടർമാരും അവിടുത്തെ തീരുമാനിച്ചാണ്. അതുകൊണ്ട് അവരോട് നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ.